എല്ലാവർക്കും എഡ്യൂസാറ്റ് ലേണിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളിപ്പോൾ തമ്പുനെയിൽ കണ്ടല്ലേ വന്നത്? നമുക്ക് പീരിയോഡിക് ടേബിളിലെ എലമെന്റുകളുടെ കോഡ് ഒന്ന് പഠിച്ചാലോ? അത് 10 ആണെങ്കിലും +1 കുട്ടികൾക്കും +2 കുട്ടികൾക്കും എല്ലാവർക്കും പ്രയോജനമാണ് മക്കളെ. നമുക്ക് നോക്കിയാലോ. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ആകെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? നമ്മൾ പഠിച്ചതാണ് 18 ഗ്രൂപ്പും 7 പീരീഡും. 18 ഗ്രൂപ്പും 7 പീരീഡും. ഈ കുത്തനെ ഉള്ള എന്താണ് നോക്കി? കുത്തനെ ഉള്ള ഇതാണെന്ത്? ഗ്രൂപ്പ്. ഇതാണെന്ത്? പീരീഡ്. ഇതെന്താണ്? ഗ്രൂപ്പ്. ഇതെന്താണ്? പീരീഡ് അല്ലെ? കുത്തനെയുള്ള ഗ്രൂപ്പും വിലങ്ങനെയുള്ള എന്താണ്? പീരീഡും. ഇത് ഗ്രൂപ്പ്, ഇത് പീരീഡ്. നമുക്ക് 18 ഗ്രൂപ്പാണുള്ളത്. 18 ഗ്രൂപ്പാണുള്ളത്. അങ്ങനെയാണ് പീരിയോഡിക് ടേബിളിനെ പ്രധാനമായിട്ടും 4 ബ്ലോക്കായി തിരിക്കുന്നു. 4 ബ്ലോക്ക്. 1 S, 2 P, 3 D, 4 F. മക്കളെ ഈ 1ഉം 2ഉം ഗ്രൂപ്പ് കണ്ടോ? അതാണ് എസ് ബ്ലോക്ക്. ഈ 3 മുതൽ 12 വരെ കണ്ടോ? അതാണ് എന്ത്? ഡി ബ്ലോക്ക്. 13 മുതൽ കണ്ടോ? 18 വരെ. 13 മുതൽ 18 വരെ അതാണ് പി ബ്ലോക്ക്. ലാസ്റ്റ് ഇടത് ഈ 2 എണ്ണം കണ്ടോ? അതാണ് എഫ് ബ്ലോക്ക്. ലാന്തനോയിഡും ആക്ടിനോയിഡും. ലാന്തനോയിഡും ആക്ടിനോയിഡുമാണ് എഫ് ബ്ലോക്ക്. അങ്ങനെയാണ് ഓരോ ഗ്രൂപ്പിലെ എലമെന്റുകളുടെ കോഡ് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ഗ്രൂപ്പ്. ഈ ഒന്നാമത്തെ ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ് ഫാമിലി. ആൽക്കലി മെറ്റൽസ് ഫാമിലി. അത് തുടക്കം ഞാൻ ഒന്ന് ഹൈഡ്രജൻ ഉണ്ട് ഒരിക്കലും, പക്ഷെ ഹൈഡ്രജൻ ഒരിക്കലും ആൽക്കലി മെറ്റൽസ് അല്ല. നമുക്ക് ലിഥിയം തൊട്ട് തുടങ്ങാം. പഠിച്ചോ? ലീനയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പിയർ ആണ്. എന്താ? ലീനയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പിയർ ആണ്. ലീന കൊണ്ട് ലീ കൊണ്ട് കവി ഉദ്ദേശിക്കുന്ന ലിഥിയമാണ്. സോഡിയം. ലീനയ്ക്ക് കെ പൊട്ടാസ്യം. റോഡ് റുബീഡിയം. ക്രോസ് സീസിയം. പിയർ ആണ് ഫ്രാൻസിയം. എന്താ? ലീനയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പിയർ ആണ്. അതാണ് ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫാമിലി. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫാമിലിയാണ് രണ്ടാം ഗ്രൂപ്പ്. നോക്കാം ഏതൊക്കെയാ? ഭീമയുടെ കാലിക്കറ്റ് ഷോറൂം ഭയങ്കര റഷ് ആണ്. എന്താ? ഭീമയുടെ കാലിക്കറ്റ് ഷോറൂം ഭയങ്കര റഷ് ആണ്. ഭീമയുടെ കാലിക്കറ്റ് ഷോറൂം ഭയങ്കര റഷ് ആണ്. ബി കൊണ്ട് ബെർലിയം, മഗ്നീഷ്യം. ഭീമയുടെ കാലിക്കറ്റ് കാൽസ്യം. ഷോറൂം സ്ട്രോൺഷ്യം. ഭയങ്കര ബേരിയം. റഷ് ആണ് റേഡിയം. കിട്ടിയോ മക്കളെ? ഇപ്പൊ 1ഉം 2ഉം ഗ്രൂപ്പ് മനസ്സിലായല്ലോ. ഈ 3 മുതൽ 12 വരെയാണ് ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്. ഓക്കെ, ഇതിന്റെ കൂടെ നമുക്ക് അടുത്ത സെഷനിൽ ഡിയും എഫും അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഈ എസും പിയുടെയും കോഡാണ് പറയാൻ പോകുന്നത്. അപ്പം 13ാമത്തെ ഗ്രൂപ്പാണ് ബോറോൺ ഫാമിലി. ബോറോൺ ഒന്ന് പറഞ്ഞേ. ബോറിനായ അലൂമിനിയം ഗാലറിയിൽ വെച്ച് ഇന്ത്യത്തെ താലി കെട്ടി നിന്നു. എന്താ? ബോറിനായ അലൂമിനിയം ഗാലറിയിൽ വെച്ച് ഇന്ത്യത്തെ താലി കെട്ടി നിന്നു. അപ്പൊ എന്താ? ബോറിനായ അലൂമിനിയം ഗാലറിയിൽ വെച്ച് ഗാലിയം. ഇന്ത്യം താലി കെട്ടി താലിയം. നിന്നു നിഹോണിയം. പഠിച്ചല്ലോ. എന്താ? ബോറിനായ അലൂമിനിയം ഗാലറിയിൽ വെച്ച് ഇന്ത്യത്തെ താലി കെട്ടി നിന്നു. ഓക്കെ, ഇനി അടുത്തത് 13 കഴിഞ്ഞു. ഇനി 14ാമത്തെ ഗ്രൂപ്പ്. അതാണ് കാർബൺ ഫാമിലി. ഒന്ന് പറഞ്ഞേ. കാർബൺ ഫാമിലി 14ാമത്തെ ഗ്രൂപ്പ്. ഇതേ നോക്കിയേ. എന്താ? കറുത്ത സിലിക്കണിൽ പൊതിഞ്ഞ് ജർമ്മനിയിൽ നിന്നും. ഒന്ന് പറഞ്ഞ് എന്റെ കൂടെ പാടി പറ. കറുത്ത സിലിക്കണിൽ പൊതിഞ്ഞ് ജർമ്മനിയിൽ നിന്നും ടിന്നിൽ ലഡുവും ഫ്ലവറും കടത്തി. ടിന്നിൽ ലഡുവും
ഫ്ലവറും കടത്തി. സെറ്റാണല്ലോ. എന്താ? കറുത്ത സിലിക്കണിൽ പൊതിഞ്ഞ് ജർമ്മനിയിൽ നിന്നും ടിന്നിൽ ലഡുവും ഫ്ലവറും കടത്തി. കറുത്തത് കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് കാർബൺ. സിലിക്കണിൽ പൊതിഞ്ഞ് സിലിക്കൺ, ജർമ്മനിയിൽ നിന്നും ജർമേനിയം, ടിന്നിൽ ടിന്ന്, ടിന്നിൽ ടിന്ന്, ലഡു ലെഡ്, ഫ്ലവർ ഫ്ലറോവിയം, ഫ്ലറോവിയം, ഫ്ലറോവിയം. മനസ്സിലായോ? കാർബൺ ഫാമിലി ഓക്കെ ആണോ? ഇനി അടുത്ത 15ാമത്തെ ഗ്രൂപ്പാണ് നൈട്രജൻ ഫാമിലി. നൈട്രജൻ ഫാമിലി എന്താ? നൈബറിന്റെ പോത്ത്. നൈബറിന്റെ പോത്ത് ആരാന്റെ? ആന്റിയുടെ ബിസ്ക്കറ്റും സമോസയും 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 കഴിച്ചു. ഒന്ന് പറഞ്ഞ്. നൈബറിന്റെ പോത്ത്. നൈബറിന്റെ പോത്ത് ആരാന്റെ? ആന്റിയുടെ ബിസ്ക്കറ്റും സമോസയും കഴിച്ചു. നൈബറിന്റെ പോത്ത് ആരാന്റെ? ആന്റിയുടെ ബിസ്ക്കറ്റും സമോസയും കഴിച്ചു. നൈബർ കൊണ്ട് ഈ കവി ഉദ്ദേശിക്കുന്നത് നൈട്രജൻ ആണ്. നൈബറിന്റെ പോത്ത് കൊണ്ട് ഫോസ്ഫറസ് ആണ്. ആരാന്റെ? ആഴ്സനിക് ആണ്. ആന്റിയുടെ ആന്റിമണിയാണ്. ആന്റിമണിയാണ്. ബിസ്ക്കറ്റ് ബിസ്മിത്ത് ആണ്. ബിസ്ക്കറ്റ് ബിസ്മിത്ത് ആണ്. മോസ്കോവിയം സമോസ. സമോസ സമോസ എന്താ? മോസ്കോവിയമാണ്. 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 എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്തത് 16ാമത്തെ ഗ്രൂപ്പ്, അതാണ് ഓക്സിജൻ ഫാമിലി. 16ാമത്തെ ഗ്രൂപ്പ് എന്താണ്? ഓക്സിജൻ ഫാമിലിയാണ്. എന്താണ് മക്കളെ കോഡ്? കോഡ് എന്താ? പഠിച്ചോ. ഓ സാറേ സെറ്റപ്പോ ലിവറോ. എന്താ? ഓ സാറേ സെറ്റപ്പോ ലിവറോ. ഓ സാറേ സെറ്റപ്പോ ലിവറോ. ഓ സാറേ സെറ്റപ്പോ ഇങ്ങനെ എഴുതണേ. ഏതൊക്കെയാ? ഓ എന്താ? ഓ കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ ആണ്. സാർ കൊണ്ട് സൾഫർ ആണ്. സെറ്റപ്പിന് എസ് എന്താ? സെലീനിയം. സെലീനിയത്തിന്റെ പ്രതീകം സിംബൽ എസ് ആണ്. ടി ടെലൂറിയം ടി ആണ്. പൊളോണിയം പിഒ. ലിവർമോറിയം ലിവർമോറിയം. ലിവർ എന്താണ്? ലിവർമോറിയം. ഓക്സിജൻ, സാറ് സൾഫർ, സെലീനിയം എസ്, ടെലൂറിയം ടി, പൊളോണിയം പിഒ, ലിവർമോറിയം ലിവർമോറിയം. ക്ലിയർ ആണ്. ഇനി അടുത്തത് 17ാമത്തെ ഗ്രൂപ്പ്. 17ാമത്തെ ഗ്രൂപ്പാണ് ഹാലോജൻ ഫാമിലി. എന്താണ്? ഹാലോജൻ. എന്താണ്? ഹാലോജൻ. ഓക്കെ. ഹാലോജൻ ഫാമിലി. എന്താ ഹാലോജൻ ഫാമിലി? ഒന്ന് പറഞ്ഞേ മക്കളെ. ഒന്നുമില്ല. ഫസ്റ്റ് ക്ലാസ് ബ്രോമിൻ ആയതുകൊണ്ട് അയഡിൻ അന്തം വിട്ട് ടെന്നീസ് കളിച്ചു. എന്താ? ഫസ്റ്റ് ക്ലാസ് ബ്രോമിന് കിട്ടി, അയഡിൻ അത് സഹിച്ചില്ല. അയഡിൻ അന്തം വിട്ട് എന്ത് ചെയ്തു? ടെന്നീസ് കളിച്ചു. അപ്പൊ ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫസ്റ്റ് കൊണ്ട് ഫ്ലോറിനാണ്, ക്ലാസ് കൊണ്ട് ക്ലോറിനാണ്. ബ്രോമിൻ, ഫസ്റ്റ് ക്ലാസ് ബ്രോമിന് കിട്ടി. അയഡിൻ അന്തം വിട്ട് അസ്റ്റാറ്റിൻ കണ്ടല്ലോ, AT ആണ്. അസ്റ്റാറ്റിൻ അന്തം വിട്ട് ടെന്നീസ് കളിച്ചു. ടെന്നീസൺ കിട്ടിയല്ലോ. ഫസ്റ്റ് ക്ലാസ് ബ്രോമിൻ ആയതുകൊണ്ട് അയഡിൻ അന്തം വിട്ട് ടെന്നീസ് കളിച്ചു. ഇനി 18ാമത്തെ ഗ്രൂപ്പ് എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം, നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ്. മലയാളത്തിൽ അലസവാതകമെന്നോ ഉത്കൃഷ്ടവാതകമെന്നോ പറയും. ഇപ്പൊ ഏതൊക്കെ ഒന്ന് പറഞ്ഞേ? നോബിൾ ഗ്യാസ് ഒന്നുമില്ല. ഹേ നീ ആരാ? കൃഷ്ണനോ സീതയോ രാമനോ? ഓ രാമനോ. എന്നാ ഹേ നീ ആരാ? കൃഷ്ണനോ സീതയോ രാമനോ? ഹേ നീ ആരാ? കൃഷ്ണനോ സീതയോ രാമനോ? ഹേ എന്താ? ഹീലിയം. നീ ആരാ? നിയോൺ. ആരാ? ആർഗൺ. കൃഷ്ണനോ ക്രിപ്റ്റോൺ.
സീതയോ സെനോൺ, രാമനോ റെഡോൺ. ഓ ഇല്ല, ഓയാണ് ഓഗനസൻ. എന്താണ് ഓഗനസൻ? ഓ എന്താ ഓഗനസൻ. ഓഗനസൻ. ഓക്കെ അല്ലേ? അപ്പൊ എന്താ? ഹേ നീ ആരാ? കൃഷ്ണനോ സീതയോ രാമനോ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓഗനസൻ. അപ്പൊ നമ്മള് എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും കോഡ് പഠിച്ചു. നിങ്ങൾക്ക് അടുത്ത കോഡ് ഡി ബ്ലോക്കും ഈ സാധനവും എഫ് ബ്ലോക്കുമാണ്. ആ കോഡ് വേണമെങ്കിൽ നിങ്ങൾ അടിയിൽ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. സാറേ അതും കൂടെ പറഞ്ഞു തരാവോ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. അത് കൂടാതെ മാക്സിമം കൂട്ടാലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. നമുക്ക് അടുത്ത കോഡും അടുത്ത ട്രിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്.